ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഫോർട്ട് കൊച്ചി ശ്രീ കാർത്തികേയ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കം. ഫോർട്ട് കൊച്ചി ശ്രീ കാർത്തികേയ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കമായി. വ്യാഴാഴ്ച വൈകിട്ട് 6:32-നും 8-നും മധ്യേ പൂജനീയരായ കെ അജയൻ തന്ത്രിയുടെയും ശശികുമാർ മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃക്കൊടിയേറ്റ നടന്നത്. രാവിലെ 10-ന് നാഗരാജാവിനും നാഗയക്ഷിക്കും കളമെഴുത്തും പാട്ടുമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12-ന് അന്നദാനവും നടന്നു. കിഷോർ ബാബു വഴിപാടായി നൽകിയ കൊടിയും കൊടിക്കയറും അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും വൈകിട്ട് 5 മണിക്ക് വാദ്യമേളത്തിന്റെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടുകൂടി കോക്കേസ് ജംഗ്ഷനിൽ ചിരട്ടപ്പാലം വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്നാണ് തൃക്കൊടിയേറ്റ നടന്നത്. തുടർന്ന് അത്താഴ പൂജയും വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. 7:30 മുതൽ മരുത്തോർ വട്ടൻ കണ്ണനും സംഘവും അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ നടന്നു. രണ്ടാം ദിവസം ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറയാണ് അന്നദാനത്തിന്റെ ചിലവ് വഹിച്ചത്. വൈകിട്ട് 7:30 മുതൽ മ്യൂസിക്കൽ ഡാൻസ് നൈറ്റ് അരങ്ങേറി. മൂന്നാം ദിവസത്തിൽ ഉച്ചയ്ക്ക് 12-ന് അന്നദാനവും വൈകിട്ട് 6:30-ന് താലം കാവടി ഘോഷയാത്രയും നടക്കും. കാർത്തികേയ ക്ഷേത്ര കാവടി ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന താലം കാവടി ഘോഷയാത്ര വെളി ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് വിവിധ താളവാദ്യമേളങ്ങളോടുകൂടി KB ജേക്കബ് റോഡ് വഴി കാർത്തികേയ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകിട്ട് 7-ന് ദേവി തിരുവാതിര ഗ്രൂപ്പ് മട്ടാഞ്ചേരി അവതരിപ്പിക്കുന്ന തിരുവാതിര അരങ്ങേറും. 4-ാം ദിവസമാണ് പള്ളിവേട്ട മഹോത്സവം നടക്കുന്നത്. രാവിലെ 8-ന് കാഴ്ച ശ്രീബലി ചിരട്ടപ്പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും. കാഴ്ച ശ്രീബലി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ക്ഷേത്ര നടക്കൽ പറ വഴിപാട് ഉണ്ടായിരിക്കും. പകൽ 12:30 മുതൽ 2 മണി വരെ അന്നദാനം നടക്കും. വൈകിട്ട് 5-നാണ് പകൽപൂരം. വെളി ജംഗ്ഷനിൽ നിന്നും പകൽപൂരം ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ക്ഷേത്രപ്പറയും നടക്കും. വൈകിട്ട് 7:30-ന് ഡോക്ടർ സിന്ധു മഹേഷും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിരയും രാത്രി 8:30 മുതൽ കൊച്ചിൻ നാദമയൂക ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും. 5-ാം ദിവസമാണ് ആറാട്ട് മഹോത്സവം നടക്കുന്നത്. ആറാട്ട് മഹോത്സവത്തിന്റെ അന്ന് രാവിലെ 8:30-ന് കാഴ്ച ശ്രീബലി പട്ടാളം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും. പകൽ 12:30 മുതൽ 2 വരെ അന്നദാനം നടക്കും. വൈകിട്ട് 5:30-നാണ് പകൽപൂരം. പകൽപൂരം ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ക്ഷേത്ര നടക്കൽ പറവഴിപാട് ഉണ്ടായിരിക്കും. ദീപാരാധനയെ തുടർന്ന് ഭഗവാന് പുഷ്പാഭിഷേകം നടക്കും. വൈകിട്ട് 7 മണിക്ക് വഞ്ചിക കലാസമിതി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി അരങ്ങേറും. 8:30 മുതൽ കാലടി ദ്രാവിഡ സംസ്കൃതി നാടൻപാട്ട് കലാസമിതി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും അരങ്ങേറും. KJ മാക്സി MLA ആണ് ഇതിന്റെ ചിലവ് വഹിക്കുന്നത്. രാത്രി 1:30-നും 3:30-നും മധ്യയാണ് ആറാട്ട്. തുടർന്ന് ആറാട്ട് എഴുന്നള്ളിപ്പ് ചിരട്ടപ്പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും. രാവിലെ 5-ന് കൊടിയിറക്കുന്നതോടെ ക്ഷേത്രോത്സവം സമാപിക്കും. മാർച്ച് 6-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ദീപാരാധനയോടനുബന്ധിച്ച് അജയൻ തന്ത്രികളുടെ മുഖ്യകാർമ്മത്തിൽ കൊടിയേറ്റ് കർമ്മം നടക്കുകയും തുടർന്ന് മറ്റ് ക്ഷേത്രചടങ്ങുകളും കളമെഴുത്തും പാട്ടും മറ്റ് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുകയും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മഹാ അന്നദാനം നടക്കുകയും 2-ാം ദിവസമായി ഇന്ന് കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായ ആന്റണി കുരിത്തറയുടെ ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.